ഡൽഹിയിലുള്ള എല്ലാ അഫ്ഗാനികളും വരുന്നത് ഡൽഹിക്ക് വന്നിട്ട് നിങ്ങൾ ഇവിടെ വരാതെ പോരുന്നു. ഇതൊക്കെ രാത്രിയൊക്കെ വന്ന ഇവിടെ സീനായിരിക്കും. എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചുറ്റുഭാഗത്തുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എമനിക്കല്ലേ പോണ്? എമനിക്കാണ് പോകുന്നത്. ഒതന്റിക്കല്ലേ? ഇല്ല അറിയണുണ്ട്. അത് അറ്റം വരെ ഉണ്ട്. നല്ല അടിപൊളി എമനിയുണ്ട്. ഹബീബീസ് ബാബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ലോട്ടസ് ടെമ്പിളിലേക്ക് ഒന്ന് പോവാണ്. ലോട്ടസ് ടെമ്പിളിൽ എത്തിയിട്ട് നമ്മൾ അവിടുത്തെ കല്ല് പറയാം. ഓക്കെ അങ്ങനെ അതാണ് നമ്മുടെ ഫൈസ്. അവിടെ പിന്നെ സാധിക്കാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പുറത്ത് ഷിമാലു. ഇങ്ങനെയാണ് മെട്രോ കാർഡിൽ പൈസ കയറ്റുക. ഓൺലൈൻ വഴി കയറ്റാൻ പറ്റും, ഇങ്ങനെയും കയറ്റാൻ പറ്റും. കീറിപ്പിച്ച് കളഞ്ഞിട്ടണോ? നമ്മുടെ ലോട്ടസ് ടെമ്പിളിലേക്കുള്ള മെട്രോ വ്യാപകമായിരിക്കുന്നു. നമുക്ക് ലോട്ടസ് ടെമ്പിളിലേക്ക് എത്തിയിട്ട് അടുത്ത കാഴ്ചകൾ കാണാം. അപ്പോൾ ഗായ്സ് നമ്മൾ യെല്ലോ ലൈനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നമുക്ക് വൈദ്യുതി ലൈനിൽ മാറി കയറണം. ഇവിടുന്ന് കൽക്കാജി മന്ദിറിൽ അവിടെയാണ് സ്റ്റേഷൻ. ഇവിടുന്ന് നമ്മൾ നേരെ നടക്കാണ്. നേരെ ലോട്ടസ് ടെമ്പിളിലേക്ക് എത്താനാണ്. ഓക്കെ. ആ അമ്പലത്തിലുള്ള ഫുഡാണിത്. എന്താ ഇന്ന് ഓണായിട്ട് ഇവിടെ ഇവിടെ എന്താ പറ്റിയതോ? ഞാൻ ഒറ്റക്കാവരുത് കേട്ടോ. വേണ്ട കവർ കൊടുക്കണ നോക്ക്. കണ്ടോ കണ്ടോ ഞങ്ങള് മേടിക്കാൻ പോയി. ഒറ്റക്ക് ഉണ്ട് അങ്ങനെ. 10 രൂപ തന്നെ മേടിച്ചാൽ മതി. ഫുഡ് കഴിക്കാൻ പോണില്ലേ? എത്ര രൂപ? എന്താ എത്ര രൂപയ്ക്ക് ചൊക്കർ പയ്യാന്നോ? അതാ തല്ലി തല്ലൊക്കെ നമ്മുടെ പൈസ ഒറ്റയടിക്കടി ഈമ്പെടുത്ത്. ഇത്രയും വലിയ വരിയിൽ നിൽക്കണത് എന്താ ഒന്നൊരു പിടുത്തല്ല. എന്താ പൈസ വെരി ബാഡ്. അപ്പുറത്ത് വേറൊരു ലൈനുണ്ട്. അത് വേറൊരു അമ്പലത്തിൽ പോണ ലൈനാണ്. ഇപ്പുറത്താണെങ്കിലോ ലോട്ടസിലേക്ക് പൊന്നാര മോളെ വേണ്ട. പിന്നെ ഒരു പൊട്ടിയിടാൻ വേണ്ടി വരുന്നത്. അല്ലാ ക്യൂ നടന്നുകൊണ്ടിരിക്കണം. എല്ലാം ഇടയിലുണ്ട്. അത് അറ്റം വരെ ഉണ്ട്. എന്താന്നൊരു പിടുത്തല്ല. ഇപ്പുറത്ത് ആ ഭാഗത്ത് കണ്ണ ക്യൂ അതൊരു അമ്പലത്തേക്കുള്ള എന്തൊരു ഭണ്ഡാരോ നമ്മുടെ വീട്ടിൽ നാട്ടിൽ ചോറെടുക്കില്ലേ അതറിയില്ല. ഇവിടുത്തെ നേരത്തെ പോലെ ഒന്നും. ഗായ്സ് നമ്മളങ്ങനെ ലോട്ടസ് ടെമ്പിളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്നത് ലോട്ടസ് ടെമ്പിൾ എത്തിക്കൊണ്ടിരിക്കുന്നു സഹോദരങ്ങളെ. ലോട്ടസ് ടെമ്പിളിൻ്റെ മുന്നേ നമ്മളൊരു ബഹായുള്ള എന്നുള്ള ഒരു മ്യൂസിയത്തിൽ കയറി. അവിടെ അബ്ദുൽ അൽ ബഹായി എന്നുള്ള ചെങ്ങായി നമ്മുടെ ഇന്ത്യത്തെ എല്ലാ റിലീജിയസും കൂടിയിട്ട് ഒരൊറ്റ റിലീജിയനാക്കിയിട്ട് ആളൊരു സ്വന്തമായിട്ട് മതം ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പേരാണ് ബഹായുള്ള. ആ മ്യൂസിയമാണ്. അതിനുള്ള അധികം ഫോട്ടോ എടുക്കാൻ പറ്റാതെ ഫോട്ടോ എടുത്തിട്ടില്ല. നമ്മുടെ പിന്നെ ഉദ്ദേശം ലോട്ടസ് ടെമ്പിൾ ആയതുകൊണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് വേഗം സ്ഥലം വിട്ട് നേരെ ലോട്ടസ് ടെമ്പിളിലേക്ക്. ഗായ്സ് ഇവിടെ നല്ല തിരക്കാണ് സഹോദരങ്ങളെ. എന്താണ് ഈ തിരക്കൊന്ന് നോക്കണം നമുക്കല്ലോ. എന്താ സംഭവം എന്നുള്ളത്. ഭയങ്കര തിരക്കാണ്. മൊത്തം ഫുള്ള് ലൈനായിട്ട് തല്ലൊക്കെ ഉണ്ടായിരുന്നു. മറുപടൊന്നുമല്ല വേറെന്താ. ഗായ്സ് നമ്മൾ അങ്ങനെ ലോട്ടസ് ടെമ്പിൾ ഉള്ളിലെത്തിയിരിക്കുന്നു.
ബാൽക്കണി എടുത്തിട്ട് അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ലോട്ടസ് ടെമ്പിളിൻ്റെ കാര്യങ്ങൾ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ യമനിക്കല്ലേ പോണത്? യമനിക്കാണ് പോണത്. ജാമ്യയുടെ ഒക്കല ഭാഗത്ത് പോകണുള്ള യമനി ഒരു മന്തി ഉണ്ട്. അപ്പം അതിനെ പറ്റിയുള്ള അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ഇവിടെ നിന്നോ വീഡിയോ അറിയാൻ പറ്റും. അങ്ങനെ വീണ്ടും കൽക്കാജി മന്ദിരം എത്തി. ഇനി ഇവിടുന്ന് നമ്മൾ ജാമ്യയുടെ ഒക്കല സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ഡൽഹി വന്നിട്ട് ലോട്ടസ് ടെമ്പിൾ വരാതിരിക്കുക എന്നുള്ളത് ഞാൻ പറയുള്ളൂ. കാരണം അവിടെ വന്നിട്ട് യാതൊരു കാര്യമില്ല. കാരണം വെറുതെ ടൈം ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോകാം മതിയായി. ഇതോടുകൂടി നമ്മള് ജസോള വിഹാർ ഷെയ്ൻബാഗിൽ നമ്മൾ എത്തിക്കിട്ടോ. അപ്പൊ അവിടേക്ക് വരുന്നത് ടോപ്പി അമിനി മന്തി എന്നാ പറഞ്ഞത്. കഴിച്ചോട്ടെ പിന്നെ ബാക്കി പറയുന്നുണ്ട്. അടിപൊളി നോക്കിടോക്കെ നല്ല അടിപൊളി അമിനി മന്തി വന്നാ. നമ്മൾ ലിഫ്റ്റ് കൂടെ ഇറങ്ങി ഇതാ ഈ വഴി നേരെ അങ്ങോട്ട് നടക്കാനേ. ഇതാ ഇപ്പോൾ ആ വഴി തിരിഞ്ഞിട്ട് ഇപ്പോൾ റൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നിട്ട് ഇപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലാൻഡ് മാർക്ക് വരുന്നവർ അബ്ദുള്ള ഹോട്ടൽ അല്ലെങ്കിൽ ഇബിൻസിന ഫാർമസി എന്നുള്ളത് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ കിട്ടുന്നതാണ് കേട്ടോ. അങ്ങോട്ട് നേരെ നടന്നു വന്നാൽ ഇതാ ഈ ഇബിൻസിന ഫാർമസി ഇവിടെ ഇതാണ്. ഇതാണ് നമ്മുടെ കട. ഓക്കെ ഗായ്സ്, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നേരെ ടോപ്പ് ഫ്ലോറിലേക്ക് നമ്മൾ കയറണം. എന്നിട്ട് നമുക്ക് ലിഫ്റ്റ് വെച്ചിട്ട് നമ്മൾ നേരെ കയറിയാൽ മതി. ഏറ്റവും മുകളിലത്തെ ഫ്ലോറാണ്, ഒന്നും നോക്കണ്ട ഗായ്സ്. ഇതാണ് നമ്മൾ പറഞ്ഞ യമനി മന്തി അല്ലെങ്കിൽ അഫ്ഗാൻ മന്തി എന്നൊക്കെ പറയുന്ന അബ്ദുള്ള ഹോട്ടൽ. അടിപൊളി ആംബിയൻസ് ആണ് ഉള്ളിൽ. നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട്, ഫാമിലി ആയിട്ട് വരുമ്പോൾ റെസ്റ്റ് എടുക്കാൻ സ്ഥലമുണ്ട്, ചെക്കന്മാരായിട്ട് മജ്ലിസിൽ ഇരുന്ന് ഒരുമിച്ച് മന്തി കഴിക്കാൻ പറ്റിയ സെറ്റപ്പ് സ്ഥലമാണ്. ഇങ്ങോട്ട് പോകുന്നത് मजबूत सिस्टम हो गया। आज सुबह से बहुत रस है। मंदी है सर, आपको എന്തേലും പറയാൻ വന്നപ്പോ പറയുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നത് നമ്മൾ പറഞ്ഞ സ്പൈസിനെസ് കൂടുതൽ സ്പൈസിനെസ് കുറവ് കഴിക്കുക. ഈ സൗത്ത് കള്ള് കുറച്ച് ചെങ്ങായിമാരെ ഇതെന്താ റോ ഒലിവ് ഓയിലോ നമ്മൾ ഭയങ്കര ഗരം മസാലയും ഇവിടെ വന്ന കുറച്ച് വെയിറ്റ് ചെയ്യണതിന് ഫുഡ് കിട്ടണമെങ്കിൽ മധൂത്ത കിട്ടണമെങ്കിൽ 11 മണി തൊട്ട് 3 മണിയിൽ വന്നാൽ മാത്രമേ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ മന്തി കിട്ടും, പക്ഷെ ടൈം എടുക്കും കുറച്ച് സാധനം വരാൻ കേട്ടോ. മറ്റൊരു മട്ടൻ എത്ര കഴിച്ചാൽ മട്ടൻ്റെ സ്മെല്ല് ഉണ്ടാവും, പഞ്ച് സ്മെല്ല് ഉണ്ടാവും. പക്ഷെ അറപ്പണല്ല, പക്ഷെ ഇവിടെ കിട്ടിയില്ല. സൗത്ത് ഏഷ്യയിൽ ശരിക്കും മസാല ഇല്ല. അവർ കുറച്ച് പച്ചക്കറി തരും, ഉള്ളി കക്കരിക്ക ഐറ്റംസ് തരും, അതിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ പിഞ്ഞ് തരും, പിന്നെ മസാല കുറച്ച് ചോറുണ്ട്. വരികയാണെങ്കിൽ രാവിലെ കിട്ടുള്ളൂ. രാവിലെ 11 മണിക്ക് ശേഷം വന്ന് ഒരു 3 മണിക്കുള്ളിലേക്ക് വരണം. നമ്മൾ 4 മണി എത്തിയത്. ഇതാണ് രസം, ഇങ്ങനെ ഇരുന്ന് വട്ടത്തിരുന്ന രസം. ഗായ്സ്, ഒരു അഫ്ഗാനി പോകുന്നു. അഫ്ഗാനി ഡൽഹിയിലുള്ള എല്ലാ അഫ്ഗാനികളും വരുന്ന ഇവിടെയാണ്. ഇത് മൊത്തം അഫ്ഗാനികൾ. അവർ അടിച്ച് മിന്നിക്കാണ്. എന്തൊക്കെ ഓർഡർ വന്നിരിക്കുന്നു ഗായ്സ്. മയനീസും ഇതിനുള്ള വേറെ സാധനം ടോപ്പ് സാധനമാണ്. എല്ലാവരും കൈയിട്ട് വരാൻ നിൽക്കുകയാണ്. അടുത്തെന്താ പറയാ, എന്താ പറയാ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് കറി
കുഴപ്പമില്ലേ? എങ്ങനെയുണ്ട് അഭിപ്രായം പറയാം? എന്താ സംഭവം? ഓതന്റിക് അല്ലേ? പൈസ ഈ ഫുഡ് ഓരോ ഫുഡ് കഴിച്ചല്ലേ? ഫുഡ് എങ്ങനെ ഉണ്ട് പറയും അല്ലേ? അതാ ഡൽഹിക്ക് വന്നിട്ട് നിങ്ങള് ഇവിടെ വരാതെ പോരുന്നു മനസ്സിലാവുണ്ടോ? അത്ര ടോപ്പ് ഫുഡാ. ഞങ്ങളിപ്പോൾ അടുത്ത ഓർഡർ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് റൗണ്ടിന് കത്തിക്കാണ്. നെക്സ്റ്റ് റൗണ്ടിന് കത്തിക്കുക. കബാബ് ഓർഡർ ചെയ്തിട്ടുണ്ട്, മട്ടൻ കബാബ്, പിന്നെ ചായ, ഒരു സിഗ്നേച്ചർ ചായ. ഈ ചായ അടിപൊളിയാണ് കേട്ടോ. ഈ ചായ ഞാൻ എത്ര വെച്ചാൽ തരും കേട്ടോ. വീണ്ടും എങ്ങനെയുണ്ട്? ഒരുപാട് വട്ടേ കാറ്ററിങ്ങിനൊക്കെ പോകുമ്പോൾ ഇത് കഴിക്കുന്നുണ്ടെങ്കിലും അഫ്ഗാനിലെ ഒറിജിനൽ ഓതന്റിക് ടേസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റും. ഗായ്സ് കബാബ് പ്ലാറ്റർ വന്നിട്ടുണ്ട്. കബാബ് പ്ലാറ്റർ ഇതിലുള്ള വെജിറ്റബിൾസും കൂടി ഒരു പിടുത്തം പിടിച്ചിട്ട് വായക്കണ്ട് ഇട്ടിട്ട് ചവച്ചാണ്ടല്ലോ മക്കളെ ഒന്ന് പറയാല്ലോ. ഓറഞ്ച് ക്രീം വരും. കബാബ് അടിപൊളിയാണ്. എന്താ പറയുക, യമൻ മന്തി ജസ്റ്റ് മന്തിയാവാം. മന്തി സൂപ്പറാണ്. ഒന്നും പറയില്ല. ഒന്ന് നമുക്ക് പ്രശ്നമിട്ടാണോ എന്നറിയില്ല. സൂപ്പറാണ്. പെട്ടെന്ന് കഴിഞ്ഞു നമ്മൾ. പിന്നെ കബാബ് പറഞ്ഞാൽ അത് പാറ്റിയാണ്. മട്ടൻ്റെ ഇറച്ചി കൊണ്ട് ഉണ്ടാക്കിയത് ഇപ്പം നമുക്ക് കിട്ടിയത്. അത് അത്രയ്ക്ക് പോസിബിലിറ്റി തോന്നിയില്ല, വൈബാക്കി. പക്ഷെ മന്തി ഒന്നും പറയാനില്ല, സൂപ്പറാണ്. സാലിക്ക പറയും അതിപ്പോൾ എത്തിയിട്ടില്ല. അതിക്കല്ല എന്താ ഓക്കെയാണ്. 5ാമത്തെ പ്രാവശ്യം തന്നെ ഇവിടെ അതുകൊണ്ട് എന്താ ഇവരതെ ഒരു 5ാമത്തെ പ്രാവശ്യം വരുന്നു ഇവിടെ. ഗായ്സ് നമ്മളങ്ങനെ ഫുള്ള് പൂർത്തിയാക്കിയിരിക്കുന്നു ഗായ്സ്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് നോക്കി നോക്ക്. ഇത് അതിൻ്റെ പുറം ഭാഗമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മജ്ലിസ്. ഇവിടെ എനിക്ക് വേണമെങ്കിൽ കുറേ നേരം ഇരുന്നാലും എത്ര ഇരുന്നാലും പ്രശ്നമില്ല ഇവിടെ നിന്നിരുന്നതിൽ. ഇങ്ങനെ ഈ മുകളിലേക്ക് കയറി വന്നതിന് തന്നെ വേറൊരു ആംബിയൻസ് ആയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നമുക്ക് പോവാം. ഞാൻ കാണിച്ചു തരാം. സീനാണ് ഗായ്സ്. ഇതാണ് ആ കഫയുടെ നാം, അതുള്ള കഫേ. ഇത് നേരെ പോയിട്ട് ഗൂഗിളിൽ അടിച്ച സാധനം കിട്ടും കേട്ടോ. ഏത് ഏരിയ ഗായ്സ്. നിങ്ങൾ മുകളിൽ വന്നെങ്കിൽ ചെക്കന്മാരൊക്കെ ഒന്ന് വൈബ് അടിച്ചിരിക്കണമെങ്കിൽ രാത്രിയൊക്കെ വന്ന് സീനാവും ഇവിടെ. ഇതാണല്ലോ ഒരു ആംബിയൻസൊക്കെ രാത്രിയൊക്കെ വന്ന ഇവിടെ സീനായിരിക്കും. ഈ ഒരു ആംബിയൻസ് ഫുഡ് കഴിക്കാം. ഫോട്ടോഷൂട്ടിലാണ് ഗൈസ്. ഫോട്ടോഷൂട്ട്. ഫൈസേ ഏതോ ഗൈസ് മൂടുന്നുള്ള ആംബിയൻസ് നോക്ക്. എൻ്റെ ഒരു നിഗമനത്തിൽ അതൊരു എത്തിഹാദ സാധ്യത കൂടുതലാണ്. എന്താ സദർസ്ത ചാടാൻ നിൽക്കണു. സദർസ്ത ചാടി ചാടി ചാടി. വാ ഈ ജാമ്യയുടെ സൈഡിൽ നിന്ന് കറങ്ങട്ടെ. ചെക്കന്മാർക്ക് ഷോപ്പിംഗ് ചെയ്യാൻ. ഗായ്സ് അങ്ങനെ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പൊ എന്തായാലും ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഫ്രം ബാ.